നാരായണ നാരായണ. ഓം. ശ്രീമദ് ഭാഗവത മഹാപുരാണം 9-ാമത്തെ സ്കന്ധത്തിലെ 16-ാമത്തെ അധ്യായം മുതൽ വായിക്കുകയാണ്. പരശുരാമാവതാരമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഈ കാർത്തവീര്യാർജുനനെ വധിച്ച പരശുരാമനോട് ജമദഗ്നി പറഞ്ഞു തീർത്ഥയാത്ര ചെയ്യണം എന്ന്. അപ്പോൾ ഒരു കൊല്ലത്തെ തീർത്ഥയാത്ര കഴിഞ്ഞ് മടങ്ങി വന്നു. അപ്പോൾ രേണുക ഒരു ദിവസം ഗംഗയിൽ കുളിച്ച് ജലം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകാറുണ്ട്. എല്ലാ ദിവസവും പതിവുണ്ട്. കുടമൊന്നും കൊണ്ടുപോകാറില്ല. അവിടെ ചെന്നിട്ട് മണല കൊണ്ടൊരു കുടം ഉണ്ടാക്കും. ആ കുടം ഉണ്ടാക്കിയിട്ട് അതിൽ വെള്ളം കൊണ്ടുവരും. അങ്ങനെയാണ് പതിവ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇനി നമ്മൾ പച്ച കലം എന്ന് കൂട്ടുക, മണ്ണോണ്ട് കലം ഉണ്ടാക്കി അതിൽ വെള്ളം കൊണ്ടുവരാൻ പറ്റുമോ? നമ്മളിവിടെ എത്തുമ്പോഴേക്കും ആ പച്ചക്കലം കുതിർന്നുണ്ടാവും. അതാണ്. അപ്പോൾ മണലിലാണത് ചെയ്യണത്. അതാണ് പാതിവ്രത്യത്തിൻ്റെ ശക്തി. ഏതായാലും ഇപ്പം കളിമണ്ണ് എന്ന് കൂട്ടുക, നമ്മൾ സൂത്രക്കാരാണല്ലോ. കളിമണ്ണിലായാൽ പോലും ആ തത്സമയം ഇങ്ങനെ വെള്ളം കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ഇത് വെറുതെ പറയാവില്ല, എന്തെങ്കിലും പറയാ നമുക്ക് പറ്റാത്തത് എങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊന്നും ചോദിക്കരുത്. അതിൻ്റേതായിട്ട് ചില സംഗതികളുണ്ട്. അതാദ്യം മനസ്സിലാക്കുക. ഈ ചെറിയ കാര്യങ്ങളിൽ തർക്കം അതൊരു ശീലമാണ്, പ്രത്യേകിച്ച് കേരളീയർക്ക്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഭാഗവതത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ കേൾക്കുക. അതൊരു മുത്തശ്ശൻ്റെ വാക്കാണ്. വേദം അതിൽ പല സംഗതികളുണ്ടാവും. നമുക്ക് മുഴുവൻ അതിനെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. കഴിവുണ്ട്, അങ്ങനെ കൂട്ടുക. അപ്പോൾ ഇവിടെ ചെന്നപ്പോൾ ചിത്രരഥൻ ഗന്ധർവന്മാരാണ്. ഗന്ധർവന്മാര് അപ്സരസുകളുണ്ട്. അവര് ജലക്രീഡ ചെയ്തുകൊണ്ടിരിക്കുക. അത്രേ ആയിട്ടുള്ളൂ സമയേ. ഇത് രാത്രിയാണ്. അപ്പോൾ യാമം അത്രേ ആയിട്ടുള്ളൂ. 4-ാമത്തെ യാമം തുടങ്ങിയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ അവർ പോകാൻ ഇത്തിരി വൈകി. അതാണ് ചില ഗന്ധർവന്മാർ സാധാരണ ഈ 3-ാമത്തെ യാമത്തിൽ പോവും അവർ. അത് കഴിഞ്ഞാൽ പക്ഷെ അവിടെ ജലക്രീഡ രസം കൊണ്ട് ലേശം കൂടി അധികം നേരം നിന്നു. അത് പക്ഷേ ഈ രേണുകയ്ക്ക് വലിയ ബുദ്ധിമുട്ടായി തീർന്നു എന്ന് മാത്രമേ ഉള്ളൂ. രേണുക അതൊന്നിങ്ങനെ നോക്കി നിന്നു. അപ്പോഴേക്കും ഇവിടെ ഒരു നിമിഷമോ അല്ലെങ്കിൽ ഒരു എന്താ വെച്ചാൽ അത്ര വളരെ കുറച്ച് സമയം പോയിട്ടുള്ളൂ കേട്ടോ. ഒട്ടും അധികം പോയിട്ടൊന്നുമില്ല. പക്ഷേ ഇവിടെ എത്താൻ ലേശം വൈകി. പൂജയും മറ്റേ തേവാരവും കാര്യങ്ങൾക്കൊക്കെ വെള്ളം വേണം. വെള്ളം ഈ ഭാര്യ കൊണ്ടുവരും. അങ്ങനെയാണ് പതിവ്. അപ്പോൾ ജമദഗ്നി രേണുകയെ കാത്തിരിക്കുക. വന്ന മറ്റേ കുടം ഉണ്ടാക്കാൻ വൈകി. കുടം എന്തായാലും പറയുക, കുടം ആവണില്ല. അല്ലെങ്കിൽ കുടത്തിൽ വെള്ളം എടുക്കാൻ പറ്റുന്നില്ല. കുടം ഒരു പാത്രമായിട്ട് കിട്ടണ്ടേ. സാധാരണ ഒരു പ്രയാസമില്ല. കാരണം അത് മാത്രമേ ഉദ്ദേശമുള്ളൂ, ഈ വെള്ളം അവിടേക്ക് എത്തിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കുടത്തിൻ്റെ വിഷയമില്ല. അങ്ങനെയാണ്. അപ്പം അന്ന് കുടം ഉണ്ടാക്കൽ ശരിയായില്ല. ഈ ചിത്രരഥനെ ഒന്ന് നോക്കി എന്നതാണ് കാരണം. അപ്പം ഇത് ജമദഗ്നിക്ക് മനസ്സിലായി, അത് ശരിയല്ല. കാരണം പാതിവ്രത്യത്തിന് ഭംഗം വന്നു എന്നാ. അപ്പം ആ സമയത്ത് രാമൻ അവിടെ വന്നു. പകലെ രാമൻ വന്നു. രാമൻ തത്സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. ഈ അമ്മയുടെ തെറ്റ് മനസ്സിലായപ്പോൾ മക്കളെ വിളിച്ചു പറഞ്ഞു. 4 മക്കൾ മീതുണ്ട്. ഓരോരുത്തരോടും പറഞ്ഞു അമ്മയെ കൊന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു, 4 ആളും പറഞ്ഞു ഞങ്ങൾക്ക് അമ്മയെ കൊല്ലാൻ പറ്റില്ല കേട്ടോ. അപ്പോഴാണ് പരശുരാമൻ വരുന്നത്. ഈ അമ്മയും കൊല്ലണം, 4 മക്കളെയും കൊല്ലണം എന്ന് പറഞ്ഞു. ഓ അതിനെന്താ, മഴു എടുത്തു 5 ആളെയും 4 ഏട്ടന്മാരെയും അമ്മയും മഴ കൊണ്ട് വെട്ടിയാ കൊന്നു, കഴുത്ത് വെട്ടി. അപ്പോൾ രാമൻ തൊഴുത് നിൽക്കുകയാണ്. എന്താ ഉണ്ണി വരം വേണ്ടേ ചോദിച്ചു. ഈ 5 പേരും ഇപ്പോൾ ഉണർന്ന് എഴുന്നേൽക്കുന്ന പോലെ എഴുന്നേൽക്കണം. അവർക്ക് ഇപ്പം നമ്മൾ വിധിച്ചതായിട്ടുള്ള അച്ഛൻ വിധിച്ചതും ഞാൻ ചെയ്തതുമായിട്ടുള്ള കാര്യം ഓർമ്മ വരുവരുത്, അറിയണരുത് എന്ന് പറഞ്ഞു. അപ്പോൾ തഥാസ്തു. ഈ 5 ആളും ജീവിക്കുകയും ചെയ്തു. അപ്പം അങ്ങനെ അച്ഛനും മകനും പരസ്പരം കാര്യങ്ങളൊക്കെ അറിയാം. അങ്ങനെ അവരെ ജീവിപ്പിച്ചു. കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാർക്ക് ഈ പ്രതികാര ബുദ്ധി ഇങ്ങനെ പക അവർക്കിങ്ങനെ വന്നിട്ട് ഈ രാമനോട് കോർക്കാനൊരു ധൈര്യമില്ല. അങ്ങനെ കുടുങ്ങിയവർ അവരിങ്ങനെ പേടിച്ചിരിക്കുക. അപ്പോൾ ആ സമയത്ത് ചതിക്കുക, വഞ്ചിക്കുക, എങ്ങനെയാ അത് വേണ്ടത് എന്നിങ്ങനെ അവസരം കാത്തിരിക്കുക. ലൂപ്പ് ഹോള് അതിങ്ങനെ കാത്തിരിക്കുക.
അപ്പം ഒരു ദിവസം മക്കളില്ലാത്ത നേരത്ത് ഈ ജമദഗ്നി അവിടെ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഓരോരുത്തർ അങ്ങനെയൊക്കെ പോയിണ്ടാവും. ആ സമയത്ത് ഈ കാർത്തവീരാജൻ്റെ ബാക്കിയുള്ള മക്കളാക്കാൻ ഒരൊറ്റേ ഉള്ളൂ. എന്തായാലും ബാക്കിയുള്ളവർ അവിടെ വന്നിട്ട് ഈ അവസരം കിട്ടി. ആരും മക്കളൊന്നും ഇല്ലാത്ത സമയത്ത് ഈ ജമദഗ്നിയെ കഴുത്തറുത്താ കൊന്നു. ഈ കുട്ടികൾ ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യും. ബ്രാഹ്മണനാണ്, മറ്റ് മഹാഋഷിയാണ് ഈ ജമദഗ്നി. ഇപ്പൊ ഭാര്യയുടെ കാര്യം പറഞ്ഞില്ലേ, ഭാര്യയുടെ കേമത്തം പറഞ്ഞില്ലേ, കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്ന മണലിന്റെ കുടത്തിൽ വെള്ളം കൊണ്ടുവരുന്ന ആളാ. മക്കളുടെ കാര്യം പറഞ്ഞില്ലേ, മറ്റേ പരശുരാമൻ കൊന്നു. ജമദഗ്നി എന്താ ചെയ്തത്? എല്ലാവരും ജീവിപ്പിച്ചു. ആ ഋഷിയാണ് മറ്റേ ഇങ്ങനെ ഈ കാർത്തികരാജന്റെ മക്കൾ കൊന്നതേ. അപ്പൊ രാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ കൊല്ലാൻ പറ്റൂല. രാമൻ വരുന്ന സമയത്ത് മറ്റേ രേണുക മാറത്തടിച്ചിങ്ങനെ കരയാ, എൻ്റെ ഭർത്താവ് ഇങ്ങനെ കാർത്തികവീരാർജുനന്റെ മക്കളാൽ കൊല്ലപ്പെട്ടുവല്ലോ എന്ന്. 21 തവണ മാറത്തടിച്ചു എന്നാണ്. അത് പരശുരാമൻ അവിടുന്ന് ഇങ്ങനെ വരണ വഴിക്ക് അമ്മ കരയുണ്ട്, എന്തിനാ കരയണ എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മറഞ്ഞു നിന്നു മറഞ്ഞു നിന്നു. കാര്യം മനസ്സിലായി. അപ്പൊ എത്ര തവണ മാറത്തടിക്കുന്നു എന്ന് എണ്ണി 21 വട്ടം മാറത്തടിക്കുന്നത് കണ്ടു, കരയണ്ട് കണ്ടു. പിന്നെ സഹിച്ചില്ല. അപ്പോൾ അടുത്ത് വന്നു. ഈ അമ്മയോട് പറഞ്ഞു, അച്ഛൻ്റെ ശരീരം സൂക്ഷിച്ചോളൂ, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ബ്രഹ്മഹത്യാ പാപികളായിട്ടുള്ള കാർത്തികരാജൻ്റെ മക്കളെ മുഴുവൻ കൊന്നു. എന്നിട്ട് രാമൻ തിരിച്ചു വന്നു, അച്ഛനെ വീണ്ടും ജീവിപ്പിച്ചു. സമന്തപഞ്ചക തീർത്ഥം. പിന്നീട് ഒരു പ്രദക്ഷിണാണ്, ഭൂപ്രദക്ഷിണം. 21 വട്ടം ക്ഷത്രിയന്മാരായിട്ടുള്ള അധമന്മാരെ മുഴുവൻ വധിച്ചു. അങ്ങനെ സമന്തപഞ്ചക തീർത്ഥം ചെയ്തു. പിന്നീട് ഈ ഭഗവാനോട് പറഞ്ഞ് യാഗമൊക്കെ ചെയ്ത് പരശുരാമൻ ഈ ജമദഗ്നിയെ ജീവിപ്പിച്ചു. അങ്ങനെ തനിക്ക് കിട്ടിയതായിട്ടുള്ള ഈ 21 വട്ടം ഭൂപ്രദക്ഷിണം കിട്ടിയപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ രാജാക്കന്മാരെ ആരാണോ വധിക്കുന്നത് അവർക്കാണ് രാജ്യത്തിൻ്റെ അധികാരം. അപ്പോൾ അത് മുഴുവൻ പരശുരാമന് കിട്ടി. പരശുരാമൻ ആ ഭൂമി മുഴുവൻ ഈ യാഗത്തിന് കൂടിയതായിട്ടുള്ള ബ്രാഹ്മണർക്ക് കിഴക്ക് ഹോതാവിന് കൊടുത്തു, തെക്ക് ബ്രഹ്മന് കൊടുത്തു, പടിഞ്ഞാറ് അധ്വര്യുവിന് കൊടുത്തു, വടക്ക് ഉദ്ഗാതാവിന് കൊടുത്തു. അങ്ങനെ ഭൂമി മുഴുവൻ ഈ ബ്രാഹ്മണ സംഘങ്ങൾക്ക് കൊടുത്തു എന്നാണ്. ഇതിൻ്റെ നേതാക്കൾ ഇത്രയേ ഉള്ളൂ. സ്വതേ 4 പേരാണ് വരിക. 4 അല്ല 7 പേരുണ്ട്, ചിലപ്പോൾ 27 പേരുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. ഏതായാലും സംഘങ്ങൾക്ക്, അവർക്ക് പിന്നിൽ ഇങ്ങനെ സംഘങ്ങളുണ്ടാവും. അപ്പോൾ അവർക്ക് ഭരിക്കാൻ വേണ്ടി കൊടുത്തു. നടുക്ക് കശ്യപനും കൊടുത്തു, ബാക്കിയുള്ളതൊക്കെ ബ്രാഹ്മണർക്ക്. അപ്പോൾ പരശുരാമൻ നിസ്വനായി. ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്കായിട്ട് അനുവദിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ബ്രഹ്മസ്വം മാത്രമേ ഭൂമി ഉള്ളൂ എന്ന് പറയാനുള്ള കാരണം. ഈ ഭൂമി ഇപ്പം അമേരിക്കയിലും വേണ്ടില്ല, ആഫ്രിക്കയിലും വേണ്ടില്ല, 7 വൻകരകളും കടലും ഒക്കെ ഭഗവാൻ പരശുരാമൻ്റേതാക്കി. ഭഗവാൻ 21 വട്ടം ഈ ഭൂപ്രദക്ഷിണം ചെയ്തപ്പോൾ, ഇപ്പോൾ വിഷ്ണു ആണത്. ആ കിട്ടിയതായിട്ടുള്ള ഭൂമി മുഴുവൻ രാജാക്കന്മാരെ മുഴുവൻ വധിച്ചതായിട്ടുള്ള ഈ പരശുരാമൻ ബ്രാഹ്മണർക്കായിട്ട്, യാഗം ചെയ്യുന്ന ബ്രാഹ്മണർക്കായിട്ട് കൊടുത്തു. അപ്പോൾ ബ്രഹ്മസ്വം മാത്രമേ ഭൂമി ഉള്ളൂ. അത് പിന്നീട് മാറി മാറി വന്ന് ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും ഭൂമിയായി. ഈ ബ്രാഹ്മണരിൽ നിന്നും ഉണ്ടായ വർഗം തന്നെയാണ് അതൊക്കെ, സങ്കരവർഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ആ ബ്രാഹ്മണര് അങ്ങനെ ഭൂമിയെ ഭരിച്ചു. ജമദഗ്നി ഈ പിന്നീട് ഇന്നത്തെ 7 സപ്തർഷികളുണ്ട്, അതിലൊരാളായിട്ട് മാറുകയും ചെയ്തു. പിന്നെ കശ്യപൻ, അത്രി, ജമദഗ്നി, വസിഷ്ഠൻ, വിശ്വാമിത്രൻ, ഗൗതമൻ, ഭരദ്വാജൻ എന്ന ആ സപ്തർഷികളിൽ ഒരാളായിട്ട് ഈ ജമദഗ്നി മാറി. പരശുരാമൻ 8ാമത്തെ മന്വന്തരത്തിലെ സപ്തർഷിയായിട്ട് മാറും. ശ്രീരാമന് തൻ്റെ തേജസ് കൊടുത്തതിൻ്റെ ശേഷം മന്ദരപർവ്വതത്തിൽ പോയിട്ട് തപസ് ചെയ്യുകയാണ്. ഇപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത മന്വന്തരത്തിലെ സപ്തർഷികളിൽ ഒരാളായിട്ട് പരശുരാമൻ വരും, ഇന്ദ്രനായിട്ട് മഹാബലി വരും. ആ കഥകളൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. മഹേന്ദ്രപർവ്വതത്തിലാണ് തപസ് ചെയ്യുന്നത്. സിദ്ധചാരണ ഗന്ധർവാദികൾ ദേവന്മാരൊക്കെ സ്തുതിച്ചുകൊണ്ട് ഈ
പരശുരാമൻ ഈശ്വര പ്രഭാവത്തോട് കൂടിയിട്ട് തപസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേപോലെ അശ്വത്ഥാമാവും ഇനി അടുത്ത മന്വന്തരത്തിലെ സപ്തർഷിയാണ്. ഗാധിയുടെ പത്നിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ജമദഗ്നി ഋജീകൻ കൊടുത്തായിട്ടുള്ള ബ്രഹ്മ തേജസ്സുള്ള തീർത്ഥജലം, അത് പുത്രനുണ്ടാവാനുള്ളതാണ്. അത് ഗാധിയുടെ പത്നി സത്യവതിയുടെ അമ്മ കഴിച്ചു. അപ്പം അതിലാണ് വിശ്വാമിത്രൻ ഉണ്ടായത്. ആ വിശ്വാമിത്രൻ അതേപോലെ തന്നെ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ നായാട്ട് കഴിഞ്ഞിട്ട് ചെന്നതാ സൈന്യസമേതം. അപ്പോൾ വസിഷ്ഠ മഹർഷി കാമധേനുവിൻ്റെ സഹായം കൊണ്ട് ഈ വിശ്വാമിത്രനും സൈന്യങ്ങൾക്കും രാജാവിനും സൈന്യങ്ങൾക്കൊക്കെ ആഹാരങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, എനിക്ക് ആ പശുവിനെ വേണമെന്ന് പറഞ്ഞു. അത് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നു പറഞ്ഞു. അപ്പോൾ വസിഷ്ഠൻ പശുവിനോട് ചോദിച്ചു, ഞാൻ പശുവിനെ ഉപേക്ഷിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കാമധേനുവിൽ നിന്ന് സൈന്യം ഒന്നിച്ചിങ്ങനെ ഉണ്ടാവാൻ തുടങ്ങി. ഈ വിശ്വാമിത്രനെ തോൽപ്പിച്ചു. വിശ്വാമിത്രന് നിസ്സാരനായിട്ട് മടങ്ങിപ്പോണ്ടി വന്നു. അപ്പോൾ ബ്രഹ്മ തേജസ്സിന് ഇത്രയും കൂടുതൽ കഴിവുണ്ടല്ലേ, ക്ഷാത്ര തേജസ്സിന് എന്താണുള്ള കഴിവ് എന്ന് കണക്കാക്കിക്കൊണ്ട് ബ്രാഹ്മണനാവാൻ നിശ്ചയിച്ചു. അങ്ങനെ തപസ് ചെയ്തു. തപസ് ചെയ്ത് രാജാവായിരുന്നു, രാജർഷിയായി. അത് കഴിഞ്ഞ് വീണ്ടും തപസ് ചെയ്തു, ബ്രാഹ്മണനായി. അത് കഴിഞ്ഞ് വീണ്ടും തപസ് ചെയ്തു, ബ്രഹ്മർഷിയായി. വസിഷ്ഠന് തുല്യത, വിശ്വാമിത്രൻ വസിഷ്ഠന് തുല്യനായി തീർന്നു എന്നാണ്, ജ്ഞാനം കൊണ്ടും തപസ് കൊണ്ടും മറ്റെല്ലാ കഴിവുകളെ കൊണ്ടും. അതുകൊണ്ടാണ് തൃശങ്കുവിനെയും ഈ സ്വർഗത്തിലേക്ക് കൃത്രിമ സ്വർഗമൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞേക്കാൻ സാധിച്ചത്. അതേപോലെ ഹരിശ്ചന്ദ്രനെ പരീക്ഷിക്കാനൊക്കെ സാധിച്ചത് ഈ വസിഷ്ഠൻ്റെ തുല്യത കൊണ്ടാണ്. ക്ഷത്രിയനായിട്ടാണ് ജനിച്ച്, പറഞ്ഞിട്ട് കാര്യമില്ല. വസിഷ്ഠൻ, വിശ്വാമിത്രൻ, അഗസ്ത്യൻ, ദുർവാസാവ് ഇവരൊക്കെ തുല്യരാണ്. നാരദൻ, പല കാര്യങ്ങളെ കൊണ്ട് തുല്യതയുണ്ട് അവർക്ക്. സ്ഥാനം കൊണ്ട് പലതും ബ്രഹ്മർഷി, രാജർഷി, ദേവർഷി എന്നൊക്കെ പറയും. അതുപോട്ടെ, അതൊന്നും സാരില്ല. പക്ഷെ കഴിവുകളെ കൊണ്ട് ഈ ഈശ്വര തുല്യത ഉള്ളവരാണ് ഇവരൊക്കെ. അപ്പം അങ്ങനെ വിശ്വാമിത്രൻ ബ്രഹ്മർഷിയായി ഈ ഋജീകൻ്റെ മന്ത്രഫലമായിട്ടുണ്ടായതാ. അതേപോലെ വിശ്വാമിത്രന് മധുഛന്ദസ്സന്മാർ, അവർ ആദ്യത്തെ 50 പേര് കാട്ടാളന്മാരായിട്ട് പോയി. അത് അദ്ദേഹത്തിൻ്റെ ഒരു ശാപമാണ്. അത് ഈ ശുനശേപനെ ഏട്ടനായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൂട്ടാക്കാത്തതുകൊണ്ട്. പിന്നെ മധുഛന്ദസ്സന്മാർ അനുജന്മാരായിട്ട്, ശുനശേപൻ്റെ അനുജന്മാരായിട്ട് വരികയും ചെയ്തു. അത് ഈ വരുണൻ്റെ രക്ഷ കാരണം കൊണ്ട് ദേവരാതൻ എന്ന ശുനശേപന് പേര് വന്നു. ആ ഭൃഗുവംശ ബ്രാഹ്മണര്, ഈ അജീകർത്തൻ്റെ പിന്തലമുറക്കാർ, അവർ കേമന്മാരായിട്ട് തീരുകയും ചെയ്തു. ശുനശേപൻ്റെ വംശം ദേവരാതൻ എന്ന പേരിൽ വലിയ ബ്രാഹ്മണ വംശമായിട്ട് മാറി. അതിൽ അഷ്ടകൻ, ഹാരീതൻ, ജയൻ, ക്രതുമാൻ, ഇങ്ങനെ വിശ്വാമിത്രൻ്റെ പുത്രന്മാരുണ്ട്. വിശ്വാമിത്രന് മേനകയിൽ ശകുന്തള എന്ന ഒരു പുത്രി ഉണ്ടായി. അത് കൗശിക വംശമായിട്ട് ശകുന്തളയിലൂടെയും വംശം ഉണ്ടായി എന്ന് പറയാണ്. അപ്പോൾ ആ വംശത്തെ ഒന്ന് പിന്നീട് പറയാണ്. പുരൂരവസിന് പുത്രന്മാർ ആയുസ് കേട്ടോ. നേരത്തെ 6 പുത്രന്മാർ നമ്മൾ പറഞ്ഞു. ആയുസ്, ശ്രുതായുസ്, സത്യായുസ്, രയൻ, വിജയൻ, ജയൻ, ഇങ്ങനെ 6 പുത്രന്മാരുണ്ട്. അപ്പോൾ ഇതിൽ ഈ ആയുസിൻ്റെ പുത്രനായിട്ട് നഹുഷൻ ഉണ്ടായിട്ടുണ്ട്. അതിൽ രജി, രംഭൻ, അനേനസ് ഇങ്ങനെയുള്ള പുത്രന്മാർ. അതിൽ ക്ഷത്രവൃദ്ധൻ, സുഹോത്രൻ, ഗൃത്സമതൻ, ശുനകൻ, ശൗനകൻ, ഇവിടെയാണ് ഈ ആ പരമ്പര പറയണത്. അത് നഹുഷൻ്റെ പരമ്പരയിൽ പെട്ടതാ. അപ്പോൾ ഈ കാശി, ദീർഘതമസ്, ധന്വന്തരി ഇങ്ങനെയുള്ള പുത്രന്മാരൊക്കെ കുറേ രാജാക്കന്മാരുടെ പേര് പറയാം. ആയുർവേദ പ്രചാരകനായിട്ട് ധന്വന്തരി വന്നു, പ്രത്യേകമായിട്ട് പറഞ്ഞു. നമ്മൾ ധന്വന്തരി ഉപാസനയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ധന്വന്തരി അവതാരം സ്വീകരിച്ചതാണ് മനുഷ്യവംശത്തിൽ. പിന്നെ കേതുമാൻ, ദ്യുമാൻ, ശത്രുജിത്ത്, അതേപോലെ മറ്റൊരു രാജാവാണ് അളർക്കൻ. 66,000 വർഷം രാജ്യം ഭരിച്ചു എന്നാണ്. പിന്നെ സന്തതി, സുനീതൻ, സത്യകേതു, വീതിഹോത്രൻ, പിന്നെ രംഭൻ്റെ വംശത്തിൽ രഭസൻ തുടങ്ങിയവർ, അനേനസ്, ശുദ്ധൻ, ശുചി, ശാന്തരയൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുട്ടികൾ.
രജിക്ക് 500 പുത്രന്മാർ. ദേവാസുര യുദ്ധം നടത്തി സ്വർഗം ഇന്ദ്രന് കൊടുത്തു. രജി തന്നെ സ്വർഗം ഭരിച്ചു. അങ്ങനെ ഉണ്ടായി. പുത്രന്മാർക്ക് ഭരണം ഇന്ദ്രൻ നൽകിയതുമില്ല. രജിയുടെ ഭരണം നന്നായിരുന്നു. രജി മരിച്ചു കഴിഞ്ഞപ്പോൾ രാജ്യം തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞു പുത്രന്മാരോട്. അപ്പോൾ അത് കൂട്ടാക്കിയില്ല. രജിയുടെ പുത്രന്മാർ അച്ഛൻ്റെ രാജ്യം ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞാൻ ദാനം കൊടുത്തതാണ്, അതെനിക്ക് തിരിച്ചേൽപ്പിക്കണമെന്ന് ഇന്ദ്രൻ പറഞ്ഞു. അത് കൂട്ടാക്കിയില്ല. അപ്പോൾ ബൃഹസ്പതി ഒരു ആഭിചാര ഹോമമൊക്കെ ചെയ്ത് ഈ 500 പുത്രന്മാരെ വധിച്ചു. എന്നിട്ട് രാജ്യം അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. ഇന്ദ്രന് കൊടുത്തു. കുശന് സഞ്ജയൻ, ജയൻ, കൃതൻ, സഹദേവൻ, സംകൃതി, ക്ഷത്രധർമാവ് ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ. അതേപോലെ ക്ഷത്രവൃദ്ധന് അതിൻ്റെ വംശം വളരെ ഗംഭീരാണ് എന്നെല്ലാം പറഞ്ഞു. പിന്നെ നഹുഷ വംശത്തെ പറയാൻ തുടങ്ങി. നഹുഷന് ആയുസ്, പുരൂരവസ്, ഉർവശി. അതിൽ യയാതിയുടെ ചരിത്രം പറയാൻ പോവുകയാണ്. യയാതി ഇപ്പോൾ നേരത്തെ നമ്മളെ പുത്രന്മാരുണ്ടായാൽ ഒരു പുത്രൻ യയാതിയാണെന്ന് പറഞ്ഞു. ആ യയാതിയുടെ വംശം വളരെ യതി, യയാതി എന്നുള്ള പേരിലാണ് ആ കുട്ടികളുണ്ടായത്. ഭാഗവതത്തിലെ യതി, യയാതി, സംയാതി, ആയതി, വിയതി, കൃതി. അതിൽ വളരെ ഗംഭീരന്മാരായിട്ടുള്ള രാജാക്കന്മാരാണ്. അതിൽ യതി ആദ്യമേ തന്നെ ആത്മനിർവൃതി എന്ന് വെച്ചാൽ പരിവ്രാജകൻ ആയിട്ടാണ് വന്നത്. അപ്പോൾ യതി പിന്നെ രാജ്യം ഭരിച്ച് കല്യാണം കഴിക്കുന്നുണ്ടായില്ല. യയാതി അങ്ങനെയല്ല. യയാതി വളരെ വിസ്തരിച്ചുള്ള രാജ്യഭാരം ചെയ്തു എന്നാണ്. അത് മാത്രമല്ല, യയാതിക്ക് 2 ഭാര്യമാരാണ്. ഒന്ന് ബ്രാഹ്മണ കുമാരിയാണ്, അത് ശുക്രാചാര്യരുടെ പുത്രിയായിട്ടുള്ള ദേവയാനിയാണ്. രണ്ടാമത്തെ ഭാര്യ വൃഷപർവാവ് അസുരനാണ്. അസുരൻ്റെ മകളായിട്ടുള്ള ശർമ്മിഷ്ഠയാണ് ഭാര്യ. അപ്പോൾ ഈ രാജാവിൻ്റെ ക്ഷത്രിയ ഭാര്യമാർ വരെ ഉണ്ടാവും. രാജാക്കന്മാർക്ക് ഭാര്യമാർ ധാരാളം ഉണ്ടാവും. പക്ഷേ അതിൽ ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഈ ദേവയാനിയുടെ പുത്രന്മാരും അതേപോലെ ശർമ്മിഷ്ഠയുടെ പുത്രന്മാരുമാണ്. വൃത്രാസുരവധം കഴിഞ്ഞ സമയത്ത് നഹുഷൻ സ്വർഗത്തിൽ പോയിട്ട് ഇന്ദ്രനായിട്ട് കുറെ കാലം ഉണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ യയാതിയാണ് ഭരിച്ചത്. ഈ യയാതിക്ക് ദേവയാനി ശുക്രാചാര്യരുടെ മകള്, അതിൽ യദു, തുർവസു 2 പേരുണ്ടായി. അപ്പോൾ ആ യദുവിലുണ്ടായ വംശമാണ് യാദവര്. ആ യാദവനാണ് കൃഷ്ണൻ. രാമനും കൃഷ്ണനൊക്കെ അതിൽപ്പെട്ടതാ. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ അതിലേക്ക് പെട്ടതാ. പിന്നെ രണ്ടാമത്തെ ഭാര്യ യയാതിയുടെ, അത് ശർമ്മിഷ്ഠ, അത് വൃഷപർവാവിൻ്റെ മകളാണ്. അപ്പോൾ ശർമ്മിഷ്ഠയും ദേവയാനിയും വളരെ സുഹൃത്തുക്കളായിരുന്നു. കാരണം വൃഷപർവാവ് അസുരനാണ്. വൃഷപർവാവിൻ്റെ പുരോഹിതനാണ് ശുക്രാചാര്യർ. ആ ശുക്രാചാര്യരുടെ മകളാണ് ഈ ദേവയാനി. അതുകൊണ്ടാണ് സുഹൃത്ത് ബന്ധം ഉണ്ടായത്. ദേവയാനിയെ വിവാഹം കഴിച്ച യയാതിക്ക് ദാസിയായിട്ട് വൃഷപർവാവിന് തൻ്റെ മകളെ കൊടുക്കേണ്ടി വന്നു. ശർമ്മിഷ്ഠയെ കൊണ്ടുപോണ വഴിക്ക് നിബന്ധന വെച്ചു, ശർമ്മിഷ്ഠയെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്. ശരി എന്നും പറഞ്ഞു. പക്ഷെ അത് വിവാഹം കഴിച്ചില്ല, കുട്ടികളുണ്ടായി. ശർമ്മിഷ്ഠയിൽ 3 പുത്രന്മാരുണ്ടായി, അനു, ദ്രുഹ്യു, പൂരു. അപ്പോൾ ഇത് ഈ ദേവയാനി കണ്ടുപിടിച്ചു. തനിക്ക് 2 കുട്ടികൾ, യദു, തുർവസു. ശർമ്മിഷ്ഠയ്ക്ക് കല്യാണം കഴിക്കാത്ത ഈ രാജാവിൻ്റെ മകൾക്ക് ശർമ്മിഷ്ഠയ്ക്ക് അനു, ദ്രുഹ്യു, പൂരു 3 കുട്ടികളുണ്ടായി. ഇത് സഹിച്ചില്ല. അച്ഛനോട് പറഞ്ഞിട്ട് അതിന് കാരണക്കാരനായുള്ള യൗവനം പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ യൗവനം പോയതാരാ? സ്വന്തം ഭർത്താവിൻ്റെ യൗവനാ പോയതേ, യയാതിയുടെ യൗവനാ പോയത്. വീണ്ടും അച്ഛനോട് പറഞ്ഞ് യൗവനം വാങ്ങുകയും ചെയ്തു. എങ്ങനെയാണ് വാങ്ങിയത് വെച്ചാൽ, മക്കളിൽ നിന്ന് യൗവനം വാങ്ങിക്കോളൂ, യൗവനം ഈ സുഖിക്കാനുള്ളതാണ്, ആ സുഖം മതി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തിരിച്ചേൽപ്പിച്ചോളൂ, ഇങ്ങനെ ഒരു പരിഹാരം ചെയ്തു തരാമെന്ന് പറഞ്ഞു ശുക്രാചാര്യർ. അപ്പം അങ്ങനെ യദുവിനോട് ചോദിച്ചു, പറ്റില്ല പറഞ്ഞു. തുർവസിനോട് ചോദിച്ചു, തരില്ല പറഞ്ഞു. അനു, ദ്രുഹ്യു കൈയൊഴിഞ്ഞു. പൂരു അവിടെ ഉണ്ടായിരുന്നില്ല. പൂരു പറഞ്ഞു, അച്ഛൻ്റെ വാക്ക് പറഞ്ഞിട്ട് അത് കേൾക്കാഞ്ഞാൽ അയാൾ പിന്നെ മകനല്ല, മലം ആണ്. അച്ഛനെ ശരിക്കും അറിഞ്ഞു ചെയ്താണ് വേണ്ടത്.
അതുകൊണ്ട് എനിക്ക് അബദ്ധം പറ്റി, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അച്ഛൻ്റെ ആവശ്യം അച്ഛൻ ഇപ്പോഴല്ലേ എന്നോട് പറഞ്ഞോളൂ, ഇപ്പോൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് യൗവനം കൊടുത്തു. യയാതി അത് സ്വീകരിച്ചു. പിന്നെ അനവധി കാലം മകൻ്റെ, ഈ ഒടുക്കത്തെ മകനായിട്ടുള്ള പൂരുവിൻ്റെ യൗവനം കൊണ്ടാണ് ദേവയാനിക്കും ശർമ്മിഷ്ഠയ്ക്കും സുഖത്തെ പ്രദാനം ചെയ്തത്, രാജ്യം ഭരിച്ചത്. പിന്നെ മടുത്ത് കാട്ടിൽ ചെന്ന് മുക്തനായതിൻ്റെ ശേഷമാണ് ആ സമയത്താണ് ഈ പൂരുവിന് വീണ്ടും യൗവനം കൊടുത്തതും. യദു, തുർവസു, അനു, ദ്രുഹ്യു ഇവർക്ക് രാജ്യം ഭരിക്കാനുള്ള അധികാരം ഒരിക്കലും ഇല്ലാണ്ട് പോട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. അപ്പോൾ വെൺകൊറ്റക്കൊട, രാജചിഹ്നങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല, ക്ഷത്രിയരാണിനി. പിന്നീട് അത് കൃഷ്ണനാണ് യദുവംശത്തിന് ഉഗ്രസേനനിലൂടെ ഈ സർവാധിപത്യം എന്ന് നൽകിയ വെൺകൊറ്റക്കൊടിയും ചക്രവർത്തി പദമൊക്കെ കൊടുത്തിട്ട് അനുഗ്രഹിച്ചത്. അതുവരെ പിന്നെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ശുക്രാചാര്യരുടെ ആ കഥ പറയുന്നത്, ശുക്രാചാര്യരുടെ മകള് ദേവയാനിയുടെ കല്യാണപ്രായം. മാത്രമല്ല ദേവയാനി രാജാവിനെ കല്യാണം കഴിച്ചപ്പോൾ പ്രതിലോമയായി. പ്രതിലോമയ്ക്ക് ഉണ്ടായിട്ടുള്ള മക്കളാണ് ഈ യദു, തുർവസുമൊക്കെ. അപ്പോൾ അതിലും ഒരു പ്രശ്നങ്ങളുണ്ട്. ദേവയാനിയും ശർമ്മിഷ്ഠയും സ്വതേ കളിക്കൂട്ടുകാരാണ്. അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളത്തിലാണ്, ജലക്രീഡയാണ്. അപ്പോഴാണ് അർദ്ധനാക്കുന്നയോ ഒക്കെയാണ്. ഏതായാലും അപ്പോഴാണ് പാർവതിയും ശിവനും കൂടിയിട്ട് വരിക കാളപ്പുറത്ത്. അപ്പോൾ പേടിച്ചിട്ട് രണ്ടുപേരും വസ്ത്രം എടുത്തു കൊടുത്തു, കരയിൽ നിന്ന് എടുത്തിട്ട്. പക്ഷേ വസ്ത്രം മാറിപ്പോയി. വസ്ത്രം മാറിപ്പോയത് ശർമ്മിഷ്ഠയ്ക്ക് ഒട്ടും സമ്മതമായില്ല, ദേവയാനിക്കും സമ്മതമായില്ല. ദേവയാനി കുറച്ച് ചീത്ത പറഞ്ഞു. ഈ വസ്ത്രം മാറി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിൻ്റെ മകൾക്ക് രാജാവിൻ്റേതായിട്ടുള്ള രാജകീയ വേഷങ്ങളാണ് ഉണ്ടാവുക. മറ്റാൾക്ക് ഈ ബ്രാഹ്മണൻ്റെ പത്നി, ബ്രാഹ്മണൻ്റെ കുട്ടിക്ക് അതിൻ്റെ തരത്തിലുള്ള വസ്ത്രങ്ങളാണ് ഉണ്ടാവുക. ഇത് ശിവനായതുകൊണ്ട് പരിഭ്രമിച്ചു. പാടില്ലല്ലോ, ഒരിക്കലും പാടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പരിഭ്രമിച്ച് അപ്പോൾ വസ്ത്രം മാറിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശർമ്മിഷ്ഠ ദേവയാനിയെ കുറച്ച് ചീത്ത പറഞ്ഞു. ദാസിയാണ് എന്ന് വെച്ചാൽ രാജാവിൻ്റെ ദാസിയാണല്ലോ, ദാസനാണല്ലോ ഈ പുരോഹിതൻ. അങ്ങനെയാണ് ഇന്നത്തെ കാലം. ഇത് അന്നാണ് സംഭവിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇന്നത്തെ ബ്രാഹ്മണരൊക്കെ തന്നെയാണല്ലോ. അപ്പം മേശാന്തിയൊക്കെ കമ്മറ്റിക്കാരുടെ ബാല്യക്കാരാണ്. മേശാന്തിയുടെ സ്ഥാനം എന്താന്നുള്ളത് അത് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും കൂടുതലാണ്. മേശാന്തിയോട് ചിലരൊക്കെ ആജ്ഞാപിക്കണമൊക്കെ കേട്ടാലേ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അർഹത ഇല്ലാത്തവരത് പറയണത്. ആരാ മേശാന്തി എന്നുള്ള അറിയാത്തതുകൊണ്ടാണ് മേശാന്തിയെ, തന്ത്രിയൊക്കെ കുറ്റം പറയുന്ന ആൾക്കാരെ നമുക്ക് കാണാറുണ്ട്. ഭാഗവതത്തിൻ്റെ വിധിപ്രകാരം എങ്ങനെയാ വെച്ചാൽ, അങ്ങനത്തെ ഒരു കുറ്റം ചെയ്തു വെച്ചാൽ അവരെ നമസ്കരിക്കുക, മാറിപ്പോവുക, ഇതാണ് വേണ്ടത്. അപ്പോൾ മേശാന്തിയൊക്കെ ഇങ്ങനെ ചീത്ത പറയണത് കേൾക്കണത്, തന്ത്രിമാരെ ചീത്ത പറയണത് ഒക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. ഇത്രയും വലിയൊരു അബദ്ധം, അതാണ് ഈ കലികാലം ഇങ്ങനെ വരാളൊക്കെ. അതുകൊണ്ടാണ് തെറ്റ് അവർ ചെയ്തു, പക്ഷെ അത് എല്ലാവരെയും ബാധിക്കും. കാരണം ഇതിൽ ഈ മേശാന്തിയിൽ ബ്രാഹ്മണ്യമുണ്ട്. ബ്രാഹ്മണ്യം ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ ഇത് പറഞ്ഞ കമ്മിറ്റിക്കാർക്ക് മാത്രമല്ല ചീത്ത ഇതിൻ്റെ ശാപം കൊടുക്കുക, അത് ഇവിടെയുള്ള എല്ലാവർക്കും അത് കൊടുക്കും. ശാപം അങ്ങനെ പരക്കും. അങ്ങനെയാണ്. ജരാനര വരട്ടെ എന്ന് ഇന്ദ്രനെയാണ് ശപിച്ചത് ദുർവാസാവേ, പക്ഷെ ദേവന്മാർക്കൊക്കെ കിട്ടി. എന്ന കൂട്ടത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ദാസി, ദേവയാനി ദാസിയാണെന്നാണ് ശർമ്മിഷ്ഠയുടെ വാദം. അപ്പോൾ അത് ശരിയല്ലല്ലോ. നായ ഹവിസ് കൊണ്ടുപോണ പോലെ എൻ്റെ വീട്ടിൽ നിന്ന് ആഹാരം കൊണ്ടുപോകണില്ലേ എന്നതാണ് ഈ ശുക്രാചാര്യർ ഇങ്ങനെ ആഹാരം കൊണ്ടുപോകുന്നത് കൊട്ടാരത്തിനാണ്. അപ്പം കൊണ്ടുപോകണില്ലേ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ബ്രാഹ്മണരാണ്. ഇനി അതേപോലെ തന്നെ ബ്രാഹ്മണരുടെ വീര്യം അതും പ്രത്യേകമാണല്ലോ. ബ്രാഹ്മണരാണ് ഈ ദേവന്മാരിൽ നിന്ന് എന്തൊക്കെയാണോ വേണ്ടത് അത് മുഴുവൻ വാങ്ങിക്കൊടുക്കുന്നത് ബ്രാഹ്മണരാണ്. ആത്മാനം പാതി പരംപാതി എന്നാണ്. അപ്പോൾ ബ്രാഹ്മണൻ ഈ പുരോഹിതനായിട്ട് ഗുരുവായിട്ട് ഇല്ലെങ്കിൽ ക്ഷത്രിയർക്ക് ഭരിക്കാനൊന്നും സാധിക്കില്ല. ഇതൊക്കെ വൃഷഭർവാവിന് അറിയാം, പക്ഷെ കുട്ടികൾക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. അവർ തമ്മിൽ കശവിശയി. ബ്രാഹ്മണരിൽ നിന്ന് ഇത് ലോകത്തിൻ്റെ മംഗളം മുഴുവൻ സ്വീകരിക്കുന്ന ഈ രാജാവിൻ്റെ മകൾ ഇങ്ങനെ പറയാൻ പാടുമോ? ദേവന്മാര് ബ്രാഹ്മണരെ വന്ദിക്കണു, വിഷ്ണു കൂടി ഞങ്ങളെ പൂജിക്കണു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ചീത്ത കേൾക്കാൻ ഞങ്ങൾ തയ്യാറല്ല.
അപ്പോൾ പറയണത് രാജാവിലാണ് ഈ ദേവന്മാരൊക്കെ ഉള്ളത് എന്നാണ്. രാജാവിലാണ് ദേവന്മാരുള്ളത്. അതെ, ഈ രാജാവും ഈ ദേവന്മാരും ബ്രാഹ്മണരെ പൂജിക്കുന്നുണ്ട്. വിഷ്ണു കൂടി അങ്ങനെയാണ് പറയണത്. അതേ ദേവയാനി പറഞ്ഞുള്ളൂ, അത് സത്യമാണ്. പക്ഷേ ശർമ്മിഷ്ഠയ്ക്ക് അത് സമ്മതമായില്ല. കാരണം ഈ മറ്റേ അരിയായാലും പച്ചക്കറി ആയാലും കൊണ്ടുപോകുന്നത് ഈ ശർമ്മിഷ്ഠയുടെ കൊട്ടാരത്തു നിന്നാണ്. ദേവയാനി ആയാലും മറ്റേ ശുക്രാചാര്യരായാലും ഊർജ്ജസ്വതി ആയാലും കൊണ്ടുപോകുന്നത് അച്ഛനും അമ്മയും മകളുമാണ്. അത് ശർമ്മിഷ്ഠ കാണുന്നുമുണ്ട്. പക്ഷെ ഇതിവിടേക്ക് എത്തിക്കുന്നത് ഈ ബ്രാഹ്മണന്റെ കഴിവുകൊണ്ടാന്നുള്ളത് പക്ഷേ പാവത്തിന് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഇവിടെ ഭൃഗുവംശം, ഭാർഗവനാണ് ഈ ശുക്രാചാര്യർ. അപ്പോൾ ഭൃഗുവംശം വളരെ ഉന്നത നിലയിലാണ്. ഭാർഗവന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കേമന്മാരാണ്. അപ്പോൾ അതിൽ പെട്ടവരാണ് ഞങ്ങൾ. ഇവളുടെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ഈ അസത്ത്, ഈ ശർമ്മിഷ്ഠ എൻ്റെ വസ്ത്രം എടുത്ത് ഉടുത്തു, ദേവയാനി പറയാ. അപ്പോൾ അത് ശരിയല്ല. ശർമ്മിഷ്ഠയുടെ ചീത്ത നീ കുറേ പറഞ്ഞു, നീ ഒരു പിച്ചക്കാരിയാണ്. ശരിയാണല്ലോ, പിച്ചക്കാരിയാണ്. കാക്ക ആഹാരത്തിന് എന്ന പോലെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ആര്? ഈ ശുക്രാചാര്യരെ വൃഷഭർമാവിൻ്റെ മുറ്റത്ത് കാത്തു നിൽക്കുകയാണ് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ നീ വളരെ മോശക്കാരത്തിയാണ്. മറ്റേ ശർമ്മിഷ്ഠ ഇങ്ങനെ കുറേ പറഞ്ഞതിന് ശേഷം നടന്നു പോവുകയാണ്, വീട്ടിലേക്ക് നടന്നു പോവുകയാണ് രണ്ടുപേരും. അത് അപ്പോൾ ഒരു പൊട്ടക്കിണറുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് അപ്പോൾ ഈ വാദം ഇങ്ങനെ കൂടി വരിക. അപ്പോൾ ഈ ദേവയാനി ഒരു ഉന്ത കൊടുത്തു. ആ പൊട്ടക്കിണറ്റിൽ പാവം ദേവയാനി വീണുപോയി. അതത്ര വിചാരിച്ചില്ല കേട്ടോ, ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. കളിതമാശയിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാറുണ്ട്, ചീത്തയൊക്കെ പറയാറുണ്ട്. കഴിഞ്ഞ ലോകിയോ കുട്ടികളല്ലേ, 8 വയസ്സൊക്കെ ആയിട്ടുള്ളൂ ആ സമയത്ത്. 5 വയസ്സോ 8 വയസ്സോ ആ പ്രായമായിട്ടുള്ളൂ. ഏതായാലും ദേവയാനിക്ക് ആ സമയത്ത് വസ്ത്രമൊന്നും ഉണ്ടായിരുന്നില്ല. 5 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ പ്രായം അത്രയേ ഉള്ളൂ, വസ്ത്രത്തിലേക്ക് അത്രയേ വരാനുള്ളൂ. പക്ഷെ അത് വസ്ത്രമില്ലാണ്ട് നഗ്നയായിട്ടാണ് ആ ദേവയാനി ഈ പൊട്ടക്കിണറ്റിൽ മറ്റേ ശർമ്മിഷ്ഠയാൽ തള്ളിയിടപ്പെട്ടത്. അങ്ങനെ നിസ്സഹായമായിട്ട് കുറെ കരഞ്ഞു. അപ്പം ആ സമയത്താണ് ഈ പൂരു വംശത്തിൽ ജനിച്ചതായിട്ടുള്ള ഈ യയാതി അത് കൂടെ വരികയാണ്. അപ്പോൾ പൂരു യയാതിയുടെ മകനാട്ടോ. അല്ല, യയാതിയുടെ മകനാണ് പൂരു. ഏതായാലും ആ യയാതി അത് കൂടെ വരികയാണ്. അപ്പോൾ ആ സമയത്ത് വെള്ളം ഇല്ലാത്ത കിണറ്റിൽ നിന്ന് എന്ന് വെച്ചാൽ ശബ്ദം കേൾക്കാണ്ട്, കരച്ചിൽ കേൾക്കാണ്ട്. അപ്പോൾ ഒന്ന് എത്തി നോക്കി, വെള്ളമല്ല കണ്ടത് ഈ കുട്ടിയെ. അപ്പോൾ കുട്ടി ഒറ്റയ്ക്കേ ഉള്ളൂ, നല്ലോണം പേടിച്ച് കരയുണ്ട്. അതേപോലെ രക്ഷിക്കാൻ ആ കുട്ടിക്ക് എന്തായാലും ഒറ്റയ്ക്ക് കയറി പോരാൻ പറ്റില്ല എന്നുള്ള ഉറപ്പായി. അപ്പോൾ ഈ രാജാവ് തൻ്റെ ഉത്തരീയം ഇട്ട് കൊടുത്തു ദേവയാനിക്ക്. അപ്പോൾ ദേവയാനി ആ ഉത്തരീയം മറ്റേ ശരീരത്തിൽ ചുറ്റുകയും ചെയ്തു. ആ ഉത്തരീയത്തിൽ പിടിച്ച് രാജാവ് ഈ കുമാരിയെ കയറ്റുകയും ചെയ്തു. ബ്രാഹ്മണ കുമാരിയാണ്. കയറ്റുകയും ചെയ്തു. കയറ്റിയപ്പോൾ അങ്ങോട്ട് കയറുന്ന വഴിക്ക് കൈ പിടിച്ചിട്ട് അങ്ങോട്ട് കിണറ്റിൻ്റെ മുകളിലേക്ക് കയറ്റി. അപ്പോൾ ദേവയാനി പറഞ്ഞു, രാജാവേ എന്ന് വിളിച്ചുകൊണ്ട്, എൻ്റെ പാണിഗ്രഹണം കഴിഞ്ഞു, എനിക്ക് പുടവ തന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങയുടെ ഭാര്യയാണ്, എൻ്റെ ഭർത്താവാണ് അങ്ങ് എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഞാൻ ശുക്രാചാര്യരുടെ മകളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യയാതിക്ക് പേടിയായി. അയ്യോ, ഇത് സമ്മതിക്കാൻ പറ്റുണ്ടാവില്ലല്ലോ. അത് വേണ്ട, പറ്റില്ല, ശരിയാവില്ല, ഞാൻ ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല, പുടവയും തന്നിട്ടില്ല, കയ്യും പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി പറഞ്ഞു, പേടിക്കണ്ട, എനിക്ക് ഈ കജൻ ഒരു ശാപം തന്നിട്ടുണ്ട്. ഞാൻ കജനെ ഇഷ്ടപ്പെട്ടായിരുന്നു. ആ കജൻ ഈ ബ്രഹ്മവിദ്യ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നായിരുന്നു. അത് അന്ന് കജൻ സ്വതേ തീവ്ര വൈരാഗിയാണ്. അത് എനിക്ക് മനസ്സിലായില്ല. ഞാൻ കജനെ ഇഷ്ടപ്പെട്ടു, കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചു, പറഞ്ഞു. അപ്പോൾ കജന് എൻ്റെ ഈ നിർബന്ധം, അതൊരു വാശിക്കാരത്തിയാണ് സ്വതേ ദേവയാനി, അത് ഇഷ്ടമായില്ല. അപ്പോൾ എന്നെ ശപിച്ചു, നിനക്ക് ഒരിക്കലും ബ്രാഹ്മണ പത്നി ആവാൻ കഴിയാതെ വരട്ടെ, കാരണം നീ അത്രയും ഭോഗം ഇച്ഛിക്കുന്നു. അതുകൊണ്ട് നീ രാജാവിൻ്റെ പത്നിയായിട്ട് മാറട്ടെ എന്ന് ശാപമുണ്ട്. അപ്പം അതുകൊണ്ട് ഈ സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെ ഒത്തു ചേർന്ന് വന്നത് കജൻ്റെ ശാപം കൊണ്ടാണ്. കജൻ മൃതസഞ്ജീവനി വിദ്യ അച്ഛനിൽ നിന്നും തരാക്കാനാണ് വന്നത്. അത് തരാക്കി അദ്ദേഹം പോവുകയും ചെയ്തു എന്ന് പറഞ്ഞു. എനിക്ക്
ബൃഹസ്പതി പുത്രനായിട്ടുള്ള ഈ കജന്റെ ശാപം കൊണ്ടാണ് ഇപ്പോൾ അങ്ങയെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ കിട്ടിയത്. അതുകൊണ്ട് എന്നെ വേളി കഴിക്കുക തന്നെ വേണം, ഇത് ഈശ്വരേച്ഛയാണ് എന്നെല്ലാം പറഞ്ഞു. ദേവയാനി ഈ കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് ശുക്രാചാര്യരോട് പറയുകയും ചെയ്തു. ശുക്രാചാര്യർ ഈ വൃഷപർവാവിനെ വിട്ടു. ഈ പൗരോഹിത്യം ഇത് മഹാകഷ്ടം തന്നെയാണ്. കബോധവൃത്തി മതി ഇനി, അതല്ലെങ്കിൽ ശിലോഞ്ചവൃത്തി മതി. കിട്ടിയത് തിന്നെ, മറ്റേ അങ്ങാടിയിൽ നിന്ന് പറക്കിയിട്ടോ പാടത്തു നിന്ന് പറക്കിയിട്ടോ നെല്ല് കൊണ്ടുവന്നിട്ട് എന്താ ചാവാം, അല്ലെങ്കിൽ വരിനെല്ലരി മതി, എന്നാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ വൃഷപർവാവിന് വല്ലാത്ത പ്രശ്നമായി. ഇനി എങ്ങനെയപ്പോൾ ഇതൊന്ന് പരിഹരിക്കുക? ദേവന്മാർക്ക് ശുക്രന്റെ സഹായം അതൊറ്റ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം വളരെ പരിങ്ങലാവും. അപ്പം അതുകൊണ്ട് വേഗം തന്നെ ശുക്രാചാര്യരുടെ അടുത്തേക്ക് എത്തി. വൃഷപർവാവ് മാപ്പ് പറഞ്ഞു, ഈ ഗുരുവിൻ്റെ കാല് പിടിച്ചു, ശർമ്മിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് മാപ്പ് പറഞ്ഞു, എന്നെ ഉപേക്ഷിക്കരുതേ എന്നെല്ലാം പറഞ്ഞു. ശുക്രമഹർഷിയുടെ ഈ കോപം, അത് ബ്രാഹ്മണനാണ്, അത് വേഗം കോപമില്ലാണ്ടേ, അങ്ങ് എൻ്റെ മകൾ ദേവയാനിയുടെ ആവശ്യം നിറവേറ്റണം. ശരി, എന്താ വേണ്ടത് ചോദിച്ചു. എന്നെ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ ശർമ്മിഷ്ഠ എൻ്റെ ദാസിയായിട്ട് വരണം, കൂടെ 1000 ദാസിമാർ വേണം, എന്നെ ശുശ്രൂഷിക്കണം. ഇങ്ങനെ ഡിമാൻഡ് വെച്ചു. അപ്പോൾ ശുക്രാചാര്യരുടെ മകള് ദേവയാനി യയാതിയെ വിവാഹം കഴിച്ചു. ദാസിയായിട്ട് ശർമ്മിഷ്ഠയെ വൃഷപർവാവ് പറഞ്ഞയച്ചു. 100 ദാസികളെ കൂടെ പറഞ്ഞയച്ചു. അപ്പോൾ ഗുരു പോയി കഴിഞ്ഞാൽ ഈ വംശം നശിക്കും. അപ്പം അതുകൊണ്ട് ഗുരുവിൻ്റെ പ്രീതിയാണ് ഇവിടെ ആവശ്യം. അതുകൊണ്ട് അതേപോലെ തന്നെ ശർമ്മിഷ്ഠയെ കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് നിബന്ധന വെച്ചുകൊണ്ടാണ് ഈ കല്യാണം നടത്തിയത്. ശുക്രമഹർഷി വേഗം യയാതിയെ വിളിച്ചു വരുത്തി ദേവയാനിയെ വിവാഹം ചെയ്ത് കൊടുത്തു. കൂടെ ശർമ്മിഷ്ഠയെ ദാസിയാക്കിയിട്ട് വിട്ടു. ശർമ്മിഷ്ഠയോട് അപ്പം തന്നെ പറഞ്ഞു, കല്യാണം കഴിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു. ഇല്ല, കല്യാണം കഴിക്കണില്ല. യയാതിയും പറഞ്ഞു, കല്യാണം കഴിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് യാത്രയായി. അങ്ങനെ യയാതി 2 അന്തഃപുരം ഉണ്ടാക്കി. കാരണം ഇത് രാജാവിൻ്റെ മകളാണ്, അസുര രാജാവിൻ്റെ മകളാണ്. അപ്പോൾ രാജകീയമായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെ ശർമ്മിഷ്ഠയ്ക്ക് അതൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ദേവയാനിക്ക് 2 കുട്ടികളുണ്ടായി, അതാണ് യദു തുർവസു. അതിനുശേഷം വളരെ യാദൃശികമായിട്ട് ദേവയാനി പുറത്ത് അന്വേഷിച്ച് എന്തോ കാര്യത്തിന് അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഈ ശർമ്മിഷ്ഠയ്ക്ക് 3 കുട്ടികളുണ്ടായത് മനസ്സിലായത്. അനുദ്രുഹ്യു പൂരും. ഈ യദുവംശത്തിൽ കൃഷ്ണൻ ജനിച്ചു. തുർവസു, യദു തുർവസു ആണല്ലോ ദേവയാനിയുടെ മക്കളെ. ആ തുർവസുവിന് ഏകവീരൻ എന്ന കാർത്തവീര്യാർജുനൻ ഉണ്ടായി. കാർത്തവീര്യാർജുനൻ ഈ വിഷ്ണു അംശമായിട്ടുള്ള ലക്ഷ്മിയുടെ മകനായിട്ടുള്ള ഏകവീരൻ്റെ മകനായിട്ടാണ് ജനിച്ചത്. ഇതും വിഷ്ണു തന്നെയാണ്. അപ്പം അങ്ങനെ ഹയഗ്രീവൻ ആയിട്ട് ഭഗവാൻ വന്നതും കുതിരയായിട്ട് ലക്ഷ്മി മാറിയതും ഭഗവാന്റെ ശാപം കൊണ്ട്. അപ്പോൾ മഹാദേവന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് 2 പേരും വീണ്ടും സംഗമിച്ചതും ഒക്കെ ദേവി ഭാഗവതം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏകവീര ചരിതം എന്ന് കാണാം. അതിൽ കാർത്തവീര്യാർജുനുണ്ടായി എന്നൊക്കെ അവിടെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാർത്തവീര്യാർജുനെ ഉണ്ടായത് പറഞ്ഞു. പിന്നെ ശർമ്മിഷ്ഠയെ സ്വീകരിക്കരുത് എന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചെല്ലും, ഈ അന്തപുരത്തിലെ സുഖാന്വേഷണത്തിന് ചെല്ലും. അപ്പോൾ ഓരോ കുട്ടികളുണ്ടാവും. അങ്ങനെയാണ് അനുദ്രുഹ്യു പൂരു 3 കുട്ടികളുണ്ടായത്. ദേവയാനി ഈ കാര്യം പറഞ്ഞു അച്ഛനോട് പറഞ്ഞു. ശുക്രമഹർഷി യയാതിയെ ശപിച്ചു, ജരാനര വരട്ടെ എന്ന്. യയാതി വൃദ്ധനായി കാല് പിടിച്ചു ഗുരുവിൻ്റെ. അപ്പോൾ വിഷയഭോഗം മതിയായില്ല, അതുകൊണ്ട് എനിക്ക് ശാപമുക്തി തരണം എന്നാണ് പറഞ്ഞത്. ദേവയാനിയും പറഞ്ഞു, ഭർത്താവില്ലാണ്ട് ഞാനെങ്ങനെയാണ് ജീവിക്കുക? ശരി, ആരെങ്കിലും യൗവനം പകരം കൊടുക്കുകയാണെന്ന് വെച്ചാൽ അത് സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ യയാതി മക്കളോട് ചോദിച്ചു. യദുവും തുർവസും ദ്രുഹ്യവും അനുവും പറഞ്ഞു പറ്റില്ല എന്ന്. അച്ഛൻ്റെ ഹിതം അറിഞ്ഞു ചെയ്യലാണ് ഉത്തമം എന്ന് പൂരു പറഞ്ഞു. പിന്നെ പറഞ്ഞു ചെയ്യൽ മധ്യമം, പറഞ്ഞാലും ചെയ്യാതിരിക്കുന്നത് ഏറ്റവും അധമം. അപ്പം അതുകൊണ്ട് അച്ഛാ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ ആവശ്യത്തെ അച്ഛ ഇപ്പോഴെങ്കിലും പറഞ്ഞല്ലോ, ഇതാ എടുത്തോളൂ എന്ന് പറഞ്ഞ് യൗവനത്തെ സ്വീകരിച്ചു. അങ്ങനെ പരസ്പരം യൗവനം ജരാനരി കൈമാറി. യദു പറഞ്ഞത്, എനിക്ക് ഭഗവാനെ ഭജിക്കണം, അതുകൊണ്ട് യൗവനത്തിലെ അത് സാധിക്കുള്ളൂ, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഭഗവത് ഭജനത്തിന് വേണ്ടിയിട്ട് യൗവനം കൊടുക്കാതിരുന്നത് കൊണ്ട് കൃഷ്ണൻ അതിനെ
ഭഗവാൻ അതിനെ സ്വീകരിച്ചു. മറ്റുള്ളവർക്ക് കുറച്ച് ദോഷങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെയാണ്. യയാതി വളരെ കാലം സുഖം അനുഭവിച്ചു. അതിന് ശേഷം 7 ദ്വീപും നന്നായിട്ട് ഭരിക്കുകയും ചെയ്തു. പിന്നെ യാഗങ്ങളൊക്കെ ധാരാളം ചെയ്തു. ഭഗവത് തുല്യത എന്നുള്ള നിലയ്ക്ക് മുക്തിക്ക് അർഹത നേടി. ഹൃദയസ്ഥനായിട്ടുള്ള ഭഗവാനെ ഉള്ളുചുട്ട് വിളിച്ചുകൊണ്ട് ധർമ്മിഷ്ഠനായിട്ട് വിരക്തി വന്ന് വിഷയതൃഷ്ണ ഉപേക്ഷിച്ച് സാത്വികമായിട്ടുള്ള രീതിയിൽ ജീവിക്കുകയും ചെയ്തു. അപ്പം അതിനുശേഷം യയാതിയുടെ മുക്തിയെ പറയാണ് 19ാമത്തെ അധ്യായത്തിൽ. സ്ത്രീക്ക് അടിമയായിട്ട് ഭോഗതൃഷ്ണ അതിങ്ങനെ സഹിച്ച് കുറെ കഴിഞ്ഞപ്പോൾ വിരക്തി വന്നു. അപ്പോൾ ദേവയാനിയോട് പറഞ്ഞു, ദേവയാനിക്കാണ് കൂടുതൽ, ദേവയാനിയോട് ഒരു ആടിൻ്റെ കഥ പറഞ്ഞു. അതിങ്ങനെ മാറിയിട്ടാണ് പറഞ്ഞത്. ആണാട് ഈ യയാതിയായിട്ടും 2 പെണ്ണാടുകൾ, അത് ദേവയാനി ശർമ്മിഷ്ഠി. ഇങ്ങനെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായി, കുറേ കാലം സുഖിച്ചു. ഇപ്പോൾ അതിൽ ഈ വൃഷണങ്ങളെ അറുത്തു, ഒരു ശാപം കാരണം. പിന്നെ വീണ്ടും ശാപമുക്തി കിട്ടി, വൃഷണങ്ങളെ വീണ്ടും കിട്ടി. ഇപ്പോഴും ഇതാ സുഖിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സുഖം എത്ര കിട്ടിയാലും അത് മതിയാവില്ല. ആഗ്രഹത്തിന്, കാമത്തിന് അടിപ്പെട്ട് കഴിഞ്ഞാൽ അത് നെയ്യ് ഹോമിച്ചിട്ട് തീയ് കെടുത്തണ പോലെയാവും. അതൊരിക്കലും തീയ് കെടില്ല. തീയ് കെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സ്രുവം കൊണ്ട് ഇങ്ങനെ ഹോമിച്ചു കഴിഞ്ഞാൽ ആ തീയ് കെടല്ല ചെയ്യുക, തീ ആളിക്കെത്താ ചെയ്യുക. എന്ന കൂട്ടത്തിൽ സുഖം എത്രയായാലും അത് മതിയാവില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ആനന്ദം എന്നുള്ളത് ഈ സ്ത്രീ പുരുഷ ബന്ധമോ അല്ലെങ്കിൽ ഈ ഭോഗങ്ങളോ അല്ല, വേണ്ടത് ഈശ്വര ഇച്ഛയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. മാത്രമല്ല കുറച്ച് നിയമങ്ങളും പറഞ്ഞു. എന്തൊക്കെയാണ്? ഈ സ്ത്രീ എന്നുള്ളത് തീയാണ്, പുരുഷൻ എന്നുള്ളത് നെയ്യാണ്. അപ്പം അതുകൊണ്ട് അത് അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഉരുകും, പുരുഷൻ്റെ ആയുസ് പോലും നഷ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ബ്രഹ്മചര്യത്തിൻ്റെ ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 8 തരത്തിൽപ്പെട്ടതായിട്ടുള്ള ബ്രഹ്മചര്യം അത് കാക്കണം എന്ന് നിയമമുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞത്, ഒറ്റയ്ക്ക് ഒരു സ്ത്രീയെ കാണരുത്, ഒറ്റയ്ക്കുള്ള സമയത്ത് ഒരു സ്ത്രീയെ തൊടരുത്, പിന്നെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ സ്ത്രീ ഇല്ലെങ്കിലും സ്ത്രീയെക്കുറിച്ച് ചിന്തിക്കരുത്, ഒറ്റയ്ക്ക് ഒരു സ്ത്രീയോട് മിണ്ടുകയേ ചെയ്യരുത്, അതേപോലെ സ്വപ്നത്തിൽ സ്ത്രീയെ കാണാൻ പാടില്ല, പിന്നെ ക്രീഡാ സങ്കല്പത്തെ ചെയ്യാൻ പാടില്ല, ഒരു അറ്റംപ്റ്റ് അത് ചെയ്യാൻ പാടില്ല, ഉദ്യമം ചെയ്യാൻ പാടില്ല, പിന്നെ സ്വയം മൈഥുനം ചെയ്യാൻ പാടില്ല. ഇങ്ങനെ സ്ത്രീ സങ്കല്പങ്ങളെ ചെയ്യാൻ പാടില്ല. ബ്രഹ്മചര്യം വേണ്ടത് ഇങ്ങനെയാണ്. ഈ ബ്രഹ്മചര്യം എന്നുള്ളത് ജീവിത അവസാനം വരെ ബ്രഹ്മചര്യം. അപ്പോൾ ഇതിൽ കല്യാണം കഴിക്കാം, ഈ സന്താനത്തെ ഉണ്ടാക്കാം, ആ സന്താനത്തിന് വേണ്ടി മാത്രം രതി ചെയ്യാം. അതിൻ്റെ മുന്നേയും അതിൻ്റെ പിന്നെയും ഈ വിചാരമേ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ 100 വയസ്സ് വരെ ജീവിക്കാം. അത് ബ്രഹ്മചര്യമായിട്ടാണ് ഭഗവാന്റെ വിധി. നമ്മളങ്ങനെയല്ല, നമ്മൾ ഭോഗികളാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെയേ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് വിധിയാണ്. ആ വിധി പ്രകാരമാണ് ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാത്രമല്ല ഇന്ദ്രിയം ഈ അവിടേക്കും ഇവിടേക്കും സുഖിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെന്ന് പറയും, മനസ്സ് പ്രേരിപ്പിക്കും, നമ്മൾ അങ്ങോട്ട് ചെല്ലും, ഉപാസന മറക്കും. അങ്ങനെ ഈ മിഥ്യയായിട്ടുള്ള പ്രപഞ്ചത്തിൽ എന്തൊക്കെയോ നമ്മൾ വാരിക്കൂട്ടും. അത് മുഴുവൻ ആത്മാവിനെ മറക്കാൻ കാരണമാവും, മോക്ഷ ലക്ഷ്യം തടസ്സമാവും. അതുകൊണ്ട് മോക്ഷമാർഗത്തെ സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ദേവയാനിക്ക് തടസ്സമുണ്ടോ ചോദിച്ചു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ലോണം മനസ്സിലായി, ദേവയാനിക്ക് ശർമ്മിഷ്ഠയ്ക്ക് മനസ്സിലായി. അപ്പോൾ അവർ മുക്തിക്ക് ആഗ്രഹിച്ചു അവരും. അപ്പോൾ യയാതി പൂരുവിനെ വിളിച്ചു. എന്നിട്ട് ദേവയാനിയുണ്ട്, ശർമ്മിഷ്ഠയുണ്ട്, മറ്റു മക്കളൊക്കെ ഉണ്ട്. ആർക്കും ഒരു എതിർപ്പും പിന്നെ ഉണ്ടായില്ല. പൂരുവിനെ വിളിച്ച് രാജ്യം ഏൽപ്പിച്ചു. അപ്പോൾ ചക്രവർത്തിയായിട്ട് ഭരിച്ചു. ദ്രുഹ്യു, അനു, യദു, തുർവസു ഇവർക്ക് 4 പുറവും ഭരിക്കാൻ വേണ്ടിയിട്ട് സാമന്ത രാജാക്കന്മാരായിട്ട് അവരോധിച്ചു. അപ്പോൾ അതിൽ ഇത്രയേ ഉള്ളൂ, പെൺകൊറ്റക്കൊടയും കാര്യങ്ങളൊന്നും പാടില്ല, ചക്രവർത്തിപദം പാടില്ല, ബാക്കിയൊക്കെ ആവാം. ഇങ്ങനെ വിധിച്ചു. അപ്പോൾ അത് ഒരു യയാതിക്ക് ആക്ഷേപമില്ല, ദേവയാനിക്ക് ആക്ഷേപമില്ല, ശർമ്മിഷ്ഠയ്ക്ക് ആക്ഷേപമില്ല, ഈ 5 മക്കൾക്ക് ആക്ഷേപമില്ല, പൂരുവിന് ഞാനാണ് കേമൻ എന്നുള്ള ബോധമില്ല. അങ്ങനെ വിധിപ്രകാരം വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം
ഈ യയാതി കാട്ടിൽ പോയി ത്രിപുടി കടന്നു, ദ്വന്ദ്വം കടന്നു. ദേവയാനിക്കും അതേപോലെ തന്നെ ഈ ശർമ്മിഷ്ഠയ്ക്കും ഒരേപോലെ മടുത്ത് അവരും ഇതേപോലെ തന്നെ മുക്തി നേടി. ഇങ്ങനെ ദേഹം ഉപേക്ഷിച്ച് 3 പേരും ഭഗവാങ്കൽ എത്തുകയും ചെയ്തു എന്ന് 19ാമത്തെ അധ്യായം പറഞ്ഞു. അതിനുശേഷം ശാകുന്തളം എന്ന കഥ പറയാണ് 20ാമത്തെ അധ്യായത്തിൽ. അത് നമുക്ക് അടുത്തേൽ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ 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 നാരായണ. ഈ കഥകൾ അത് ഷെയർ ചെയ്യണം എല്ലാവർക്കും എന്ന് പ്രാർത്ഥിക്കണം. നാരായണ നാരായണ നാരായണ.